നമസ്കാരം. വെള്ളക്കടലാസ് മുതൽ വെള്ളിത്തിര വരെ നിങ്ങൾക്കും സിനിമാക്കാരനാകാം. 44-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. മലയാള സിനിമാ ചരിത്രത്തിൽ 70 കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ ചില ചരിത്രപ്രധാനമായ ചിത്രങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അതേപോലെ ലോട്ടറി പ്രസ്ഥാനത്തിൻ്റെ ചുവട് പിടിച്ച് ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു സിനിമയാണ് ലോട്ടറി ടിക്കറ്റ്. ടി വാസുദേവൻ്റെ നിർമ്മാണത്തിൽ ജയമാരുതി പിക്ചേഴ്സിൻ്റെ ബാനറിലാണ് ഇത് നിർമ്മിച്ചത്. ഈ കാലഘട്ടത്തിൽ തന്നെ വടക്കൻ പാട്ടിൻ്റെ വിജയ കഥകൾ ഓർത്തുകൊണ്ട് തന്നെ ഒതേനൻ്റെ മകൻ എന്ന ഒരു ചിത്രം കുഞ്ചാക്കോ എടുക്കുകയുണ്ടായി. അതിൻ്റെ തിരക്കഥ രചിച്ചത് എൻ ഗോവിന്ദൻകുട്ടിയാണ്. എഴുത്തുകാരനാണ്, നാടക നടനാണ്, സിനിമാ നടനാണ്. ഗോവിന്ദൻകുട്ടി തിരക്കഥയിലും അഭിനയത്തിലും ഏറെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. നടനായി നിലയിലൊക്കെ തന്നെയാണ് ഈ തിരക്കഥ എഴുതുന്നത്. ഈ കാലഘട്ടത്തിൽ ഹിന്ദിയിൽ ഗുംറ എന്ന ഒരു സിനിമ ഇറങ്ങി. അത് മലയാളത്തിൽ വിവാഹിത എന്ന പേരിൽ സിനിമയാക്കി. ഹിന്ദിയിൽ അശോക് കുമാർ, മാലാ സിൻഹ, സുനിൽ ദത്ത് ഇവരൊക്കെയാണ് അഭിനയിച്ചതെങ്കിൽ മലയാളത്തിൽ സത്യൻ, പത്മിനി, നസീർ എന്നിവരാണ് ആ വേഷങ്ങളൊക്കെ ചെയ്തത്. 70-കൾ ഇങ്ങനെയായിരുന്നുവെങ്കിൽ 71-ൽ 49 ചിത്രങ്ങളാണ് പുറത്തു വന്നത്. അതിൽ ആദ്യം പുറത്തു വന്നത് ചന്ദ്രതാര പ്രൊഡക്ഷൻസിൻ്റെ എക്സിക്യൂട്ടീവ് ആയിരുന്ന RS പ്രഭു നിർമ്മിച്ച ആഭിജാത്യം എന്ന സിനിമയാണ്. തമിഴ് ചിത്രത്തിൻ്റെ ചുവട് പിടിച്ചായിരുന്നു ഈ ചിത്രം. വിൻസെൻ്റ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മധു, ശാരദ, തിക്കുറിശി, കവിയൂർ പൊന്നമ്മ, SP പിള്ള, വീരൻ തുടങ്ങിയവരാണ് അഭിനയിച്ചത്. പി ഭാസ്കരൻ മാഷിൻ്റെ വൃശ്ചികരാത്രിതൻ അരമന മുറ്റത്തെ ആ ഗാനം വളരെ ഹൃദ്യമാണ്. ഇത് ഈ ചിത്രത്തിലുള്ളതാണ്. ചരിത്രം പറയുമ്പോൾ ആദ്യമായി ഒരു കാർട്ടൂൺ പരമ്പര മലയാള സിനിമയിൽ വരുന്നത് ബോബനും മോളിയുമാണ്. മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ ടോംസിൻ്റെ വിഖ്യാതമായ കാർട്ടൂൺ പരമ്പരയായിരുന്നു ബോബനും മോളിയും. അക്കാലത്ത് ആളുകൾ മലയാള മനോരമ പുറകിൽ നിന്നാണ് ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. ആദ്യം ബോബനും മോളിയും വായിക്കും, പിന്നീട് ഫലിതബിന്ദുക്കൾ വായിക്കും. അങ്ങനെയായിരുന്നു വായിച്ചു വന്നിരുന്നത്. അത്രയ്ക്ക് പ്രാധാന്യം ബോബനും മോളിക്കും ഒരു കാലത്തുണ്ടായിരുന്നു. ആ ബോബനും മോളിയും ചലച്ചിത്രമായി, ഒരു കാർട്ടൂൺ പരമ്പര ചലച്ചിത്രമാവുന്നു. സംവിധാനം ചെയ്തത് ശശികുമാറാണ്. ആർതർ കോണൻ ഡോയലിൻ്റെ ഹൗണ്ട് ഓഫ് ദി ബാസ്ക്വിൽസ് എന്ന വിഖ്യാതമായ പുസ്തകം അല്ലെങ്കിൽ വിഖ്യാതമായ ചിത്രം ഉദയ സിനിമയാക്കിയുണ്ടായി. അതിൻ്റെ പേരാണ് അഗ്നിമൃഗം. എന്നാൽ ഇതത്ര വിജയിച്ചില്ല. അക്കാലത്ത് തന്നെ വിജയിക്കാതെ പോയ മറ്റൊരു ചിത്രമാണ് നാഗവള്ളി RS കുറുപ്പിൻ്റെ അവളൽപ്പം വൈകിപ്പോയി എന്ന ചിത്രവും. മുട്ടത്തുവർക്കിയുടെ ലൈൻ ബസ്, ലോറ നീ എവിടെ, കരകാണാക്കടൽ തുടങ്ങിയവ ചലച്ചിത്രമായതും ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ്. ഇതിൽ മികച്ചു നിന്നത് KS സേതുമാധവൻ സംവിധാനം ചെയ്ത കരകാണാക്കടൽ എന്ന ചിത്രമായിരുന്നു. തിരക്കഥ SL പുരത്തിൻ്റേതായിരുന്നു. സത്യൻ്റെ അവസാനകാല ചിത്രങ്ങളിലൊന്നാണ് ഇത്. വയലാർ ദേവരാജൻ ടീമാണ് സംഗീതം ഒരുക്കിയത്. സത്യൻ്റെ അഭിനയം കൊണ്ട് വിജയിച്ച ചിത്രം എന്ന് നമുക്ക് എടുത്തു പറയാവുന്നൊരു ചിത്രം അക്കാലത്തുണ്ടായി. JD തോട്ടാൻ്റെ കരിനിഴൽ എന്ന ചിത്രം. സത്യൻ്റെ മരണം മൂലമുള്ള സഹതാപ തരംഗവും ഈ ചിത്രത്തിൻ്റെ വിജയത്തിന് കാരണമായി എന്ന് നമുക്ക് കരുതാനാകും. തോപ്പിൽ ഭാസിയുടെ ശരശയ്യ JD തോട്ടൻ സിനിമയാക്കി. അശ്വമേധത്തിൻ്റെ 2ാം ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. സത്യൻ്റെ മരണശേഷമാണ് ഇത് റിലീസ് ചെയ്തത്. മധുവും ഷീലയുമായിരുന്നു മറ്റു താരങ്ങൾ. ഇതും വളരെ വിജയിച്ച ഒരു ചിത്രമായിരുന്നു. ആന പ്രമുഖ സ്ഥാനത്ത് വരുന്നൊരു ചിത്രം അക്കാലത്തുണ്ടായി. മധു സംവിധാനം ചെയ്ത സിന്ദൂര ചെപ്പ്. കഥയും സംഭാഷണവും ഗാനങ്ങളും യൂസഫ് അലി കേച്ചേരിയുടേതായിരുന്നു. ദേവരാജൻ്റേതായിരുന്നു സംഗീതം. തമ്പ്രാൻ കൊടുത്തത് മലരമ്പ് എന്ന ഗാനം, ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, ഈ ഗാനങ്ങളൊക്കെ അക്കാലത്ത് ഏറെ ഹിറ്റായ ഗാനങ്ങളാണ്. ഇങ്ങനെയാണ് അക്കാലത്തെ ചരിത്രം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മലയാള സിനിമാ ചരിത്രത്തെക്കുറിച്ച് അറിയുവാൻ, മലയാള സിനിമാ രംഗത്ത് ഏതെങ്കിലും
രംഗത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൻ്റെ മുന്നുള്ള ഭാഗങ്ങൾ കൂടി കാണുന്നത് നന്നായിരിക്കാം. മലയാള സിനിമ ഗാനവും സാഹിത്യത്തിലെ അലങ്കാരങ്ങളും തമ്മിൽ വളരെയേറെ ബന്ധമുണ്ടെന്ന് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ചില അലങ്കാരങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ഇത്തവണയും ഒരു അലങ്കാരം നമുക്ക് പരിശോധിക്കാം. അർത്ഥാപത്തി എന്നാണ് ഈ അലങ്കാരത്തിൻ്റെ പേര്. അർത്ഥാപത്തി ഇതോ പിന്നെ ചൊല്ലാനില്ലെന്ന് യുക്തിയാം. ഇതിൻ്റെ ലക്ഷണം അതാണ്. അർത്ഥാപത്തി ഇതോ പിന്നെ ചൊല്ലാനില്ലെന്ന് യുക്തിയാം. നിൻമുഖം ചന്ദ്രനെ വെന്നു പത്മത്തിൻ കഥ എന്തുവാൻ. ഒരു കാര്യത്തിൻ്റെ ഉൽപ്പത്തിയിൽ മറ്റൊരു കാര്യം കൂടി സിദ്ധിയായി വരുന്നതാണ് അർത്ഥാപത്തി. ഇവിടെ തന്നെ നോക്കൂ, നിന്റെ മുഖം ചന്ദ്രനെ ജയിച്ചു. ചന്ദ്രനേക്കാൾ മനോഹരമാണ് നിന്റെ മുഖം. താമരയെ ജയിക്കാൻ പിന്നെ വേറെ വല്ലതും ആവശ്യമുണ്ടോ? ഒരു കാലത്ത് തമാശയായിട്ട് ആളുകൾ പറയുമായിരുന്നു, അപ്പം ഒരു കോലിൽ കെട്ടിത്തൂക്കിയിട്ടിരുന്നു, എലി വന്ന് കോല് വരെയും കടിച്ചു തീർന്നു, പിന്നെ അപ്പത്തിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. അർത്ഥാപത്തി ഇതോ പിന്നെ ചൊല്ലാനില്ലെന്ന് യുക്തിയാം. ഇതാണ് അതിൻ്റെ ലക്ഷണം. ഇതേപോലുള്ള ഒട്ടനവധി ഗാനങ്ങൾ മലയാളത്തിലുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഭാസ്കരൻ മാഷിൻ്റെ ഗാനങ്ങളാണ് നമ്മൾ അവലോകനം ചെയ്തു പോന്നിരുന്നത്. മലയാള തനിമയുള്ള, മലയാളിയുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കരിക്കിൻ വെള്ളം പോലെ നമ്മളെ ഉത്തേജിപ്പിക്കുന്ന, മനോഹാരിത സൃഷ്ടിക്കുന്ന ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെത്. മലയാള സിനിമാ ഗാനങ്ങളെ അഴകിൻ്റെ പട്ടുകുപ്പായം അണിയിച്ച ഗാനരചയിതാവാണ് പി ഭാസ്കരൻ മാഷ്. നാഴൂരി പാലുകൊണ്ട് നാടാകെ കല്യാണം, എങ്ങനെ നീ മറക്കും, കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ കുയിലിനെ തേടി മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല. ഈ ഗാനങ്ങൾ ഞാൻ പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ ഗാനങ്ങളൊന്നെടുത്ത് ഓരോ വരിയുമായി പരിശോധിക്കുന്നത് എങ്ങനെയാണ് ഈ മലയാള തനിമയും ഈ ഗ്രാമ്യ ഭാഷയും ഗാനത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് പരിശോധിച്ചാൽ 1967 പരീക്ഷ എന്ന ഒരു സിനിമയിറങ്ങി. സിനിമ അത്രം ഓർക്കണമെന്നില്ല. പക്ഷേ ഇന്നും മലയാളിയുടെ മനസ്സിൽ കാമുഹൃദയങ്ങളിൽ തത്തിക്കളിക്കുന്ന ഒരു ഗാനമുണ്ട്. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ എന്ന ഗാനം. MS ബാബുരാജാണ് സംഗീതം നൽകിയത്. ഒരു ഗാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. പുഷ്പമോ, ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ കുടിയിൽ ചൂടാനായിട്ടൊരു പുഷ്പം എടുത്തു വയ്ക്കാമെന്നും വരുമ്പോൾ ചെവിയിൽ മൂളാൻ ഞാൻ ഒരു ഗാനം സൂക്ഷിച്ചു വയ്ക്കാം എന്നും പറയുന്ന കാമുക ഹൃദയങ്ങളിൽ ഇന്നും പ്രണയത്തിൻ്റെ അനുരണനമായി ഈ ഗാനം നിൽക്കുന്നു എന്ന് നമുക്കറിയാം. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ, അതിഗൂഢമെന്നുടെ ആരാമത്തിൽ സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിയിടുവാൻ. ഞാൻ ഒരു മുറി കൂടി നിനക്ക് വേണ്ടി തുറക്കാതെ വയ്ക്കും. ഒരു മുറി ഞാൻ നിനക്ക് വേണ്ടി തുറക്കാതെ വയ്ക്കും. എന്തിന്? അതിഗൂഢമെന്നുടെ ആരാമത്തിൽ സ്വപ്നങ്ങൾ കണ്ട് നിനക്കുറങ്ങിയിടുവാൻ. നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് നേരത്തെ പറഞ്ഞ കാമുക ഹൃദയങ്ങളിൽ പ്രണയത്തിൻ്റെ അനുരണനം സൃഷ്ടിക്കുന്ന ഈ ഗാനം നീങ്ങുന്നതെന്ന്. പുഷ്പത്തിൻ തൽപ്പം ഞാൻ വിരിക്കാം. പുഷ്പം കൊണ്ട് ഒരു പൂമത്ത, പുഷ്പം കൊണ്ടൊരു പൂമത്ത ഞാൻ വിരിക്കാം. എന്തിനാണ്? ഉറങ്ങാനായിട്ട്. പുഷ്പവുമായിട്ട്, പ്രണയവുമായിട്ട്, കാത്തിരിപ്പുമായിട്ട്, പ്രതീക്ഷയായിട്ട്, നിരാശയായിട്ട് ഒക്കെ ഇതിൻ്റെ ഭാവമാറ്റങ്ങൾ മാറുന്നത് സൂക്ഷ്മമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മലർമണം മാഞ്ഞുവല്ലോ, പൂവിൻ്റെ മണം മാഞ്ഞു. മലര് വാടിത്തുടങ്ങി, പൂവ് വാടിത്തുടങ്ങി, മറ്റുള്ളവർ പോയല്ലോ. മമ സഖി നീ എന്ന് വന്നു ചേരും. ഇപ്പോഴും സഖി എത്തിയിട്ടില്ല. മമ സഖി നീ എന്ന് വന്നു ചേരും. ഒരു മനസ്സിൽ പ്രണയത്തിൻ്റെ ആന്തോളനങ്ങൾ സൃഷ്ടിക്കാൻ ഈ ഗാനം എങ്ങനെയൊക്കെയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്, ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, ഈ ഗാനത്തിൻ്റെ വരികളിൽ എങ്ങനെയൊക്കെയാണ് അത് ഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് ഗാനം രചിക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. മുൻപറഞ്ഞ ഗാനങ്ങളും ഒന്ന് എടുത്ത് പരിശോധിക്കേണ്ടതാണ്. ഇനിയും നമുക്ക് ഗാനങ്ങളിലൂടെ യാത്ര ചെയ്യാം അടുത്ത എപ്പിസോഡിലും. നന്ദി, നമസ്കാരം.